അന്ന് ലാസ്റ്റ് നമ്മളെ ഹഗ്ഗി ടോയ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി പാർട്ട് 2-ൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് നമ്മളൊരു ടോയ് കിട്ടി. അതിനുശേഷം ഞാൻ നേരെ പോയി ഉറങ്ങുകയാണ് ചെയ്തത്. പിന്നെ രാവിലെ നീക്കുമ്പോഴാണ് എൻ്റെ ടേബിളിൻ്റെ മുകളിൽ അത് കിടക്കുന്നുണ്ടായിരുന്നു. അതെന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ബൈക്ക് അടിച്ചിട്ട് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അതിനുശേഷം തുടങ്ങുന്ന എപ്പിസോഡാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ട്, അതേപോലെ തന്നെ ഐ ബട്ടണിലും ലിങ്ക് ഉണ്ട്. ഓക്കെ, അതെന്താ സൗണ്ട് കേട്ടെ? തോന്നിയതായിരിക്കും. അയ്യോ, രാവിലായോ? സ്വപ്നായിരുന്നു. ഓ, രാവിലെ തന്നെ വിലക്കമ്മല സ്വപ്നം. ഹഗ്ഗി ടോയ് വാങ്ങിയമ്മ കുടുങ്ങി. ഇത് കാരണം ഇത്രയും ദിവസമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഒരാഴ്ചയോളമായി നല്ലപോലെ ഉറങ്ങിയിട്ട്. അതിന് ഇടയ്ക്ക് ഇതും. എന്തായാലും നമുക്കിനി, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്തായാലും ഞാൻ ഒരു ടോയ് ഷോപ്പിൽ ഒന്നുകൂടി പോയി നോക്കാം. അവിടെ പുതിയ ടോയ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് വാങ്ങി നോക്കാം കേട്ടോ ഗൈസ്. എന്തായാലും ഇതിന് കട അടവാണ്. കട അടച്ചിരിക്കുന്ന തോന്നുന്നു. ഇവിടെ ലോക്ക്ഡ് ആണ്, ക്ലോസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പുറകിൽ ഡോറുണ്ടല്ലോ ഗൈസ്. നമുക്ക് ജനൽ വഴി അകത്തേക്ക് കിടക്കാൻ കഴിയുമോ? നമുക്ക് അങ്ങനെ ഒരു ശ്രമം നോക്കി നോക്കാം. പക്ഷേ ഈ ഡോറും അടച്ചിട്ടൊക്കെയാണ്. ഇതിന് പുറകിൽ എത്ര ഡോറാടേ? സൈഡിലും ഡോറ്, പുറകിലും ഡോറ്. പുറകിലത്തെ ഡോറ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും അത് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതെന്ത് സംഭവം? ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ വേറെ സ്ഥലം, ബാക്കിൽ നിന്ന് കയറുമ്പോൾ വേറെ സ്ഥലം. അതെന്ത്? ഇതെന്തേ? ഫ്രണ്ടിൽ നിന്ന് കയറുമ്പോൾ ചെറിയ കട, ബാക്കിൽ നിന്ന് കയറിയപ്പോൾ എടാ ഇതെന്ത് ഇവിടെ സംഭവിക്കുന്നത് ഗൈസ്? ഇത് അണ്ടർഗ്രൗണ്ട് വല്ലതും ആണോ? ഇനി അണ്ടർഗ്രൗണ്ട് അല്ല ഗൈസ്. എൻ്റെ മോനെ, ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നോ? ഇതൊരു നമ്മളെ ഈ പാർക്കിലൊക്കെ പോലെ തന്നെയാണ്. ഇവിടെ ടോയ്സ് ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇത് നമ്മുടെ കാറ്റ് ടോയ് ആണല്ലോ ഗൈസ്. ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ രാത്രിയിലത്തെ സൗണ്ട്, ഇങ്ങനൊരു സ്വപ്നം ഞാൻ കണ്ടായിരുന്നു. ഇനി അതെങ്ങനെയാണോ ഗൈസ്? ഇത് വേണ്ട, ഈ സാധനം നമുക്ക് പർച്ചേസ് ചെയ്യണ്ട. ഇന്നലെ കണ്ടൊരു സ്വപ്നമാണ് ഇത് കേട്ടോ. അതാണ് ആ ഒരു ടോയ് ആയിട്ട്, ആ ഒരു സ്വപ്നത്തിന് ഒരു ഫേസ് ആയിട്ടാണ് ഈ ഒരു ടോയ് ഉള്ളത് ഗൈസ്. നല്ല കൈ ഷേപ്പ് കേട്ടോ ഗൈസ്. ഇവിടെ താണ്ട വേറെ ഐറ്റംസ്. ഇത് ഏത് സിറ്റിയുടെ മിനിയേച്ചറാണെന്നറിയില്ല. ഇവിടെ എല്ലാം ഒരു മിനി ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ഏതോ ഒരു സിറ്റി ആയിട്ട് ഒരു ബന്ധമുണ്ട് ഈ ഒരു കടക്ക് ഗൈസ്. ഇവിടെ ആളുകളൊന്നുമില്ല. ഇവിടെ നമ്മൾ റോബോട്ടിനെ കൊണ്ടാണ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടതെല്ലാം ഇവിടെ നിന്ന് എടുക്കാം. ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മാത്രമേ കഴിയുള്ളൂ, കയറാൻ കഴിയില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്ത് എല്ലാ സ്ഥലത്തും പ്രസ് ഹിയർന്ന്? ഇതെന്ത്? എനിക്ക് ഇത് മാത്രം മനസ്സിലായില്ല. ബാക്കിയെല്ലാം എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്രസ് ഹിയർന്ന് മാത്രം എനിക്ക് വന്നിട്ട് കത്തിയിട്ടില്ല. ഇതെന്ത് ഇവർ റോബോട്ട് ഇങ്ങോട്ട് നമുക്ക് ഹെൽപ്പിന് വരുമെന്നറിയില്ല. അതെ, ഇവിടെ താണ്ട പ്രസ് ഹിയർ കുറേ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താ പ്രസ് ഹിയർ ഗൈസ്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം താണ്ട ഡാമേജ് ആയിട്ടുള്ള ടോയ്സ് ഇവിടെ കൊടുന്ന് വെച്ചിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ടോയ്സ് ആണ് വേണ്ടിയിരുന്നത്, പക്ഷേ ഇത് ഇവിടെ ഇല്ല കേട്ടോ. ഇനി മറ്റേ സൈഡിൽ കൂടെ കയറിയാൽ ചിലപ്പം കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. അതാരാ ഗൈസ്? അതാരാ ബാക്കിൽ നിന്ന് ബായ് ബായ് എന്ന് പറഞ്ഞ പോലെ? നിങ്ങൾ കേട്ടാ? എനിക്ക് തോന്നിയതാവാനാണ് സാധ്യത ഗൈസ്. ഇവിടെ ഒറ്റയ്ക്ക് വരുന്നതൊക്കെ റിസ്ക് ആണ് ഗൈസ്. എനിക്ക് ഈ ഒരു ടോയ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് എൻ്റെ സ്വപ്നം ആയിട്ടൊരു ലിങ്ക് ആവുന്നുണ്ട് ഇത് ഗൈസ്. എന്തായാലും ഞാനിത് വാങ്ങുന്നില്ല ഗൈസ്. ടോയ് ഷോപ്പിനകത്ത് മൊത്തം ലേറ്റ് ആയതുകൊണ്ട് പുറത്ത് ഇരുട്ടായത് അറിഞ്ഞില്ല. 7:30 എങ്ങാണ്ടായിട്ടുണ്ട് ഗൈസ്. ഇനി ഉറക്കം വരുന്നത്. അയ്യോ, ഈ ടോയ് ഇങ്ങനെ ഇവിടെ എത്തി ഗൈസ്? ഇത് ഞാൻ ഇറങ്ങി പോരാൻ നേരത്തെ അവിടെ കണ്ട ടോയ് ആണത്. എന്നാൽ ഈ ടോയ് ഇങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇതെന്ത് ടിവിയുടെ അകത്തുനിന്ന് ദാണ്ട് ഹഗ്ഗി ടോയ് ഇറങ്ങിയായിരുന്നേ. അയ്യോ ഹഗ്ഗി ടോയ് തന്നെയാണ് ഗൈസ്. അയ്യോ രക്ഷിക്കണേ. അയ്യോ ഗൈസ് അതെന്നാൽ എങ്ങനെ ടിവിയുടെ അകത്തേക്ക് കൂടെ ഇറങ്ങി വന്ന് ഗൈസ്? ഇന്ന് ടോയ് ഷോപ്പിൽ പോയപ്പോഴേ എനിക്ക് തോന്നി എല്ലാം തീർന്നെന്ന്. അതാണ്ട് ഓരോന്നും എൻ്റെ അടുത്തേക്ക് വരുന്നേ. അതെന്താ ബാക്കിൽ ആരാ? അയ്യോ ഗൈസ് ഇതാ ടോയ് ആണ്. ഇതെന്താ റിയൽ ലൈഫിൽ? അയ്യോ സ്വപ്നമായിരുന്ന. ഇന്നത്തെ ഉറക്കം ഒന്നും ശരിയായില്ല ഗൈസ്. അയ്യോ അപ്പോൾ ആ ടോയ് എല്ലാം ഫേക്കായിരുന്ന? വെറുതെ പേടിച്ച്. ഗൈസ് നമുക്ക് എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. നല്ല പനിയുണ്ട്.